വിമർശകർക്ക് സഞ്ജു ഇന്ന് ബാറ്റ് കൊണ്ടാണ് മറുപടി കൊടുത്തത്. വന്ന വഴിക്ക് തന്നെ അടിച്ചു കളിക്കുകയാണ് ചെയ്തത്. സഞ്ജു ടീമിനെ താങ്ങി രക്ഷിച്ചു. സഞ്ജു ഇപ്പോൾ 15 കടന്ന് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. സഞ്ജുവിന്റെ ഈ ബാറ്റിംഗ് മതി സഞ്ജുവിനെ ഇന്ത്യൻ ടീമിൽ എടുക്കാത്തതിന്റെ പ്രതിഷേധമായിട്ട് അറിയിക്കാൻ. അപ്പോൾ സഞ്ജുവിന്റെ ഇന്നത്തെ കളിയെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് രാജസ്ഥാനും ലക്നൌവുമാണ് നേർക്കുനേർ വന്നത്. രാജസ്ഥാനാണ് ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തത്. ഫസ്റ്റ് തന്നെ രാജസ്ഥാനെ പിഴയ്ക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ജോസ് ബട്ട്ലർ പെട്ടെന്ന് ഔട്ടായി മടങ്ങി. പിന്നീട് കളത്തിലെത്തിയത് സഞ്ജു സാംസൺ ആയിരുന്നു. സഞ്ജു കളി വിട്ടുകൊടുക്കാൻ ഒരുക്കമല്ലായിരുന്നു. ജയ്സ്വാളിനെ കൂട്ടുപിടിച്ച് സഞ്ജു വെടിക്കെട്ട് ബാറ്റിംഗ് ആണ് പുറത്തെടുത്തത്. എന്നാൽ പിന്നീട് ജയ്സ്വാൾ 24 റൺസ് എടുത്ത് ഔട്ടായി. പിന്നീട് സഞ്ജുവിൻ്റെ ഒപ്പം വന്നത് റിയാൻ പരാഗ് ആയിരുന്നു. റിയാൻ പരാഗും വെടിക്കെട്ട് ബാറ്റിംഗ് ആണ് പുറത്തെടുത്തത്. താരമെന്ന് 41 റൺസ് എടുത്താണ് ഔട്ടായത്. എന്നിട്ടും സഞ്ജു ക്രീസിലുണ്ടായിരുന്നു. ടീമിനെ സഞ്ജു താങ്ങി നിർത്തി. സഞ്ജു ഇപ്പോൾ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 64 റൺസ് എടുത്തിട്ടുണ്ട്. ഗ്രൗണ്ടിന്റെ 4 ഭാഗത്തേക്കും സഞ്ജു സിക്സറുകൾ പായിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. സഞ്ജു ബാറ്റ് കൊണ്ടാണ് മറുപടി കൊടുക്കുന്നത്. സഞ്ജുവിനെ ഇന്ത്യൻ ടീമിലേക്ക് BCCI പരിഗണിക്കുന്നില്ല. അതിന്റെ പ്രതിഷേധം സഞ്ജു ശക്തമായിട്ട് അറിയിച്ചിരിക്കുകയാണ്. ഇത്രയും മികച്ച രീതിയിൽ കളിക്കുന്ന താരത്തെ ടീമിലേക്ക് എടുത്തില്ലെങ്കിൽ അത് മോശം തന്നെയാണ്. ഇപ്പോൾ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ രാജസ്ഥാൻ 17 ഓവറിൽ 161 റൺസ് എടുത്തിട്ടുണ്ട്. ജയ്സ്വാളും ബട്ട്ലറും ഫ്ലോപ്പ് ആയപ്പോൾ സഞ്ജുവാണ് ടീമിനെ താങ്ങി നിർത്തിയത്. സഞ്ജുവിന്റെ ഈ ഒറ്റ ഇന്നിംഗ്സ് മതി സഞ്ജുവിന്റെ പ്രതിഭ എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ. ലക്നൗ ബോളേഴ്സിന് ശരിക്കും കിട്ടി. സഞ്ജു എല്ലാവർക്കും കണക്കിന് കൊടുത്തു. ആ പഴയ സഞ്ജുവിനെയാണ് നമ്മൾ ഇന്ന് കളിക്കളത്തിൽ കണ്ടത്. ഇന്നത്തെ മാച്ച് രാജസ്ഥാൻ ജയിക്കാൻ എല്ലാവിധ സാധ്യതയുമുണ്ട്. ഇനിയും ഒരുപാട് താരങ്ങൾ രാജസ്ഥാനിൽ ഇറങ്ങാനുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ എടുത്തു പറയേണ്ടത് സഞ്ജുവിന്റെ ബാറ്റിംഗ് തന്നെയാണ്. അപ്പോൾ സഞ്ജുവിന്റെ കളിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.